ഇടുക്കി വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി CPIഎമ്മിൻ്റെ പ്രതിനിധിയായി ഇത്തവണ ഇടുക്കി ജില്ലയിൽ നിന്ന് ജനവിധി തേടുന്നത് അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് ആണ്. 2014 MP ആയിരുന്നു. പിന്നീട് 2019 ഒരു പരാജയം ഏറ്റുവാങ്ങി. ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ തവണത്തെ ഒരു വലിയ മൃഗീയമായ ഭൂരിപക്ഷം ഒക്കെ ഉയർത്തി കാണിക്കുന്നു. ഇത്തവണ അങ്ങ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതൽ എളുപ്പമാകും എന്ന രീതിയിൽ UDF പറയുന്നു. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇടുക്കി ഒരു തെറ്റ് തിരുത്താൻ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലം പാർലമെൻറ്റ് അംഗമല്ല എങ്കിൽ പോലും ഇടുക്കിയിലെ മുഴുവൻ വിഷയങ്ങളിലും സജീവമായി ഇടപെട്ടുകൊണ്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിൽ തന്നെയുണ്ട്. കഴിഞ്ഞ ഒരു 6 മാസമായി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഇടയിലെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എന്നെ കാണുന്ന എത്രയോ ആളുകൾ, അത് തീവ്രമായി വലതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്ന, കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടെ വളരെ വേദനയോടുകൂടി ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി. കഴിഞ്ഞ പ്രാവശ്യം 2014 അങ്ങ് MP ആയപ്പോൾ ഈ നാട്ടിലുണ്ടായ വലിയ ഒരു മാറ്റമുണ്ട്, അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. എന്തിനും ഏതിനും മുന്നും പിന്നും നോക്കാതെ ജനങ്ങൾക്കൊപ്പം ഇറങ്ങി പുറപ്പെടുന്ന അങ്ങുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് 2019 ഒരു തെറ്റ് പറ്റിപ്പോയി. ഈ തെറ്റ് തിരുത്താൻ ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന് പറയുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ കൂടിയാണ് ഞാൻ ഓരോ ദിവസവും സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എനിക്ക് യാതൊരു ആശങ്കയുമില്ല. മാത്രമല്ല, 2019 രാഷ്ട്രീയ സാഹചര്യമല്ല 2024 എത്തുമ്പോൾ. ദേശീയ തലത്തിലെ രാഷ്ട്രീയം മാറുന്നുണ്ട്, സംസ്ഥാന തലത്തിലെ രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റമുണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും. അതോടൊപ്പം തന്നെ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ടും ഇവിടുത്തെ ആളുകളുടെ ജനകീയ വിഷയങ്ങൾ ഓരോ ദിവസവും ഓരോന്നും സങ്കീർണമായി വരികയാണ്. ഇപ്പോൾ 14 മുതൽ 19 വരെ ഇടുക്കി ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊരു അവധി കൊടുത്ത കാലമായിരുന്നു. ആ അവധി എനിക്ക് ശേഷം പിന്നീട് ഈ വിഷയങ്ങളും പ്രതിസന്ധികളും ഓരോന്നായി വരികയാണ്. അതിനെതിരെ നിൽക്കാൻ ആ തരത്തിലൊരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ കുറവ് ഇടുക്കിക്കാർ അനുഭവിച്ചറിയുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. എൻ്റെ വിജയം അത് ഇടുക്കിക്കാരുടെ ജയമാണ്. ഇടുക്കിക്കാർ ജയിക്കാൻ വേണ്ടി അവർ ജോയിസ് ജോർജിനെ ജയിപ്പിക്കും. കഴിഞ്ഞ തവണയൊക്കെ 2 തവണയും മത്സരിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ്. ഇത്തവണ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. എന്ത് തോന്നുന്നു? ഇല്ല, അത് 2 പ്രാവശ്യവും LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. ഈ പ്രാവശ്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി തന്നെയാണ് മത്സരിക്കുന്നത്. CPMൻ്റെ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ കുറേയേറെ കാലമായി ഇടതുപക്ഷ പ്ലാറ്റ്ഫോമുകളിലാണ് എൻ്റെ പൊതുപ്രവർത്തനം, ഈ വിഷയങ്ങളിൽ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത്. ആ ഇടപെടലുകളിൽ സംസ്ഥാനത്ത് ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, ബഹുമാന്യായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഈ പാർലമെൻറ്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ വളരെ പോസിറ്റീവായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങൾ കൃത്യമായി അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും അത് ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഗുണപരമായി മാറുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും പരിഹരിക്കപ്പെട്ടു എന്ന അവകാശവാദമൊന്നും എനിക്കില്ല. പക്ഷേ ഒത്തിരിയേറെ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾക്കകത്തുമൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചു വന്നിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അരുവാൾ ചിറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിക്കുന്നത്. ഈ ചില കർഷക സംഘടനകൾ ഒരു പ്രതിരോധം ഇല്ലെങ്കിൽ പ്രതിഷേധം ഉയർത്തുന്നു. അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിനെങ്ങനെ നോക്കിക്കാണുന്നു? ഇല്ല, ഇടുക്കി ജില്ലയുടെ വിഷയങ്ങൾ അത് നമ്മളുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും ഭൂമിയുടെ അവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും അതല്ല മറ്റ് ഇടുക്കിയിലെ വികസനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലുമൊക്കെ 2014 മുതൽ 19 വരെ പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ ആ കാലത്തെ നമ്മളുടെ പ്രവർത്തനം ജനങ്ങളുടെ മുന്നിലുണ്ട്. 19 പാർലമെൻറ്റ് ഇലക്ഷൻ ഒരു പ്രത്യേക വൈകാരിക അന്തരീക്ഷത്തിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. രാഷ്ട്രീയവും അല്ലെങ്കിൽ സാഹചര്യങ്ങളോ ചർച്ച ചെയ്യപ്പെടാതെ പോയ തെരഞ്ഞെടുപ്പിൽ ആ തരത്തിൽ നടന്നിട്ടുള്ളൊരു ജനവിധിയിലൂടെ നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അപ്പോഴും അന്ന് ഉണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും റദ്ദ് ചെയ്യപ്പെടുന്നില്ല. അത് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ പറയുന്ന കർഷക സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായും കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അതിനകത്ത് കൃത്യമായി ഇടപെടാൻ ആത്മാർത്ഥതയുള്ളത് ആർക്ക് എന്ന് ജനങ്ങൾക്കറിയാം, ഈ സംഘടനകൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ കാർഷിക സംഘടനകളുമായും സഹകരിച്ച് തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. ആ കാർഷിക സംഘടനകളൊന്നും എന്നെ എതിർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്തരത്തിലാണ്. എന്തായിരുന്നാലും 3ാം അംഗത്തിലേക്ക് എത്തുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.